ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. നിഞ്ചനം നിന്നിൽ ആനന്ദിക്കുവാൻ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണം. നിഞ്ചനം നിന്നിൽ ആനന്ദിക്കുവാൻ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണം. നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം. ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം. ആണ്ടുകൾ കഴിയും മുൻപേ ആനന്ദം ആനന്ദം ക്രിസ്തേശുവിൽ ആനന്ദം ആനന്ദം ആത്മാവിൽ ആനന്ദം ആനന്ദം ക്രിസ്തേശുവിൽ ആനന്ദം ആനന്ദം ആത്മാവിൽ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം. ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം. ആണ്ടുകൾ കഴിയും മുൻപേ. സ്വർഗീയ വിളിക്കൂ വിളിക്കപ്പെട്ടോ വിശ്വാസത്തിൻ നായകനെ നോക്കിടുക. സ്വർഗീയ വിളിക്കൂ വിളിക്കപ്പെട്ടോ വിശ്വാസത്തിൻ നായകനെ നോക്കിടുക. രക്ഷയ്ക്കായി കാത്തിടുന്ന വിശ്വാസത്തിനായി ജീവിച്ചിടുക. രക്ഷയ്ക്കായി കാത്തിടുന്ന വിശ്വാസത്തിനായി ജീവിച്ചിടുക. ആനന്ദം ആനന്ദം ക്രിസ്തേശുവിൽ ആനന്ദം ആനന്ദം ആത്മാവിൽ ആനന്ദം ആനന്ദം ക്രിസ്തേശുവിൽ ആനന്ദം ആനന്ദം ആത്മാവിൽ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം. ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം. ആണ്ടുകൾ കഴിയും മുൻപേ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-3 വാക്യങ്ങൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്ന് എന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുക്കുന്ന കൽപ്പനയാണ് നാം വായിച്ചു കേട്ടത്. അടിമ വീടായ മിസ്രയീമിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചതായ നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഫറവോൻ്റെ അടിമ വീട്ടിൽ നിന്ന്, ഫറവോൻ്റെ ഇരുമ്പ് മുഷ്ടിയിൽ നിന്ന് ഇസ്രായേലത്തെ വിടുവിച്ചത് പെസഹ കുഞ്ഞാട് രക്തത്താലുള്ള വിടുതൽ കൊണ്ടാണ്. അവരുടെ ഒരു കഴിവുമല്ല, നിത്യനായ ദൈവം അവരെ വിടുവിച്ചു. അവർ അവിടെ നിന്ന് പുറപ്പെട്ടു. പീഹഹീരോത്തിൽ വരെ പാളയം പിടിച്ചിരിക്കുമ്പോൾ അവർ കാഴ്ച കണ്ടു. പിന്നിൽ നിന്ന് ഫറവോനും മിസ്രയീം സൈന്യവും അവിടെ പിന്നാലെ വരുന്നു, അവരോട് അടുക്കുന്നു. ഒരു മനസ്സാന്തരപ്പെടുന്ന ഒരു പാപിക്കുള്ളതായ അതിൻ്റെ നിഴലാണ് കാണുന്നത്. പഴയ പാപങ്ങൾ,
പഴയ പാപത്തിൻ്റെതായ നിഴലുകൾ അവനെ പിന്തുടരുന്നു. അവർ സ്വസ്ഥമായി സൂര്യമായി രക്ഷപ്പെട്ടു എന്നോർത്തിരിക്കുമ്പോഴാണ് ഫറവോനും സൈന്യമാരോട് അടുക്കുന്നു. ഇസ്രായേൽ സൈന്യത്തിന് മുൻപിൽ പോയ മേഘസ്തംഭവും ദൈവദൂതനും അവരുടെ പിൻപിൽ വന്നു നിന്നു. ദൈവത്തിന് സ്തോത്രം. അടിമപ്പാടിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ജനം, അവരെ നയിക്കാനൊരു ദൈവമുണ്ട്. ആ ദൈവവും ദൈവത്തിൻ്റെ ദൂതനും, ആ ദൈവം എന്ന് പറയുന്നത് യഹോവയായ ദൈവം, പുത്രനായ ദൈവം തന്നെയാണ്. യുദ്ധവീരനായ ദൈവദൂതനും അവർ രണ്ടുപേരും അവരുടെ മുമ്പിൽ നിന്ന് പിന്നിലേക്ക് വന്നു. സൈന്യങ്ങളുടെ മേൽ അടുക്കാരവണ്ണം മേഘസ്തംഭവും ദൈവദൂതനും അവരുടെ മധ്യേ നിന്നു. മറക്കരുത്, മിസ്രയീം സൈന്യവും ഇസ്രായേൽ സൈന്യവും തമ്മിൽ അടുക്കാരവണ്ണം അവരുടെ മധ്യത്തിൽ യഹോവയുടെ ദൂതനും മേഘസ്തംഭവും നിന്നു. അവർ രണ്ടുപേരും പ്രൊട്ടക്ഷനായി സംരക്ഷണമായി നിന്നു. മിസ്രയീമ്യർക്ക് അന്ധകാരവും ഇസ്രായേലിന് പ്രകാശവും കൊടുത്തു. ഒരേ മേഘസ്തംഭം, പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും ഇസ്രായേൽ ജനത്തിന് വഴിനടത്തിയതായ ആ മേഘസ്തംഭം ഇസ്രായേലിന് പ്രകാശവും, അതേ അഗ്നിസ്തംഭം മിസ്രയീമ്യർക്ക് അന്ധകാരവും കൊടുത്തു. മറക്കരുത്, നമ്മുടെ ദൈവം എത്രയോ വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവകൽപ്പന പ്രകാരം മോശ കടൽ മീതെ കൈനീട്ടി, ചെങ്കടൽ രണ്ടായി പിളർന്നു, കടലിൽ ഉണങ്ങിയ നിലം കാണുമാറായി. സ്തോത്രം. മോശ കൈനീട്ടിയത് കൊണ്ടല്ല, ദൈവവചനം അപ്പാടെ അനുസരിക്കുന്ന മോശയുടെ വാക്കുകൾ കേട്ടപ്പോൾ ദൈവം പ്രവർത്തിച്ചു. ചെങ്കടൽ ഉണങ്ങി വഴി അവിടെ കാണപ്പെട്ടു. ആ വഴിയിലൂടെ ഇസ്രായേൽ ജനം നടന്നു. ഇസ്രായേൽ ജനം ചെങ്കടലിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. ഫറവോനും സൈന്യവും അവരുടെ പിന്നാലെ വന്ന കടലിലേക്ക് ഇറങ്ങി. ഇസ്രായേൽ ജനം സഞ്ചരിക്കുന്നതായ ആ ചെങ്കടലിൽ ചരിത്രകാരന്മാർ പറയും, അവിടെ പഞ്ചസാര മണലാണ് വേച്ചിരുന്നത്. ചെങ്കടലിൽ 2 മൈൽ നീളത്തിൽ പഞ്ചസാര മണൽ. ദൈവജനത്തിന് വേണ്ടി ദൈവം സമുദ്രത്തെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവർക്ക് വഴി നടക്കുവാനുള്ള വഴിയോടെ ഒരുക്കി വെച്ചിരുന്നു. എത്ര അത്ഭുതകരമായ കാഴ്ച! എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനായ ദൈവം, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നവനായ ദൈവം. നാം പറഞ്ഞിട്ടല്ല, നാം അറിഞ്ഞിട്ടല്ല, പക്ഷെ എല്ലാം മുന്നറിഞ്ഞ് ചെയ്യുന്നവനായ ദൈവം. ഇസ്രായേൽ ജനം കരയ്ക്ക് കയറി കഴിഞ്ഞപ്പോൾ ദൈവകൽപ്പന പ്രകാരം മോശെ ചെങ്കടൽ നേരെ വീണ്ടും കൈനീട്ടി. നേരം പുലർന്നപ്പോൾ കടൽ പൂർവസ്ഥിതിയിലായി. ഉണങ്ങിയതായ വഴി ഇപ്പൊ കാണാനില്ല, വെള്ളം കൊണ്ട് മൂടി. എന്തുണ്ടായി? ഫറവോനും സൈന്യവും ആ ചെങ്കടലിൽ മുങ്ങിച്ചത്തു. ഒരാൾ പോലും അവശേഷിക്കാതെ അവരെല്ലാവരും ചെങ്കടലിന്റെ കരയിൽ ചത്തടിഞ്ഞ് കിടക്കുന്ന കാഴ്ച ഇസ്രായേൽ ജനം കണ്ടു. എൻ്റെ പ്രിയപ്പെട്ടവര്, നിത്യനായ ദൈവത്തിൻ്റെ അത്യത്ഭുതകരമായ കാരുണ്യ പ്രവൃത്തികൾ, കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തി, പെസഹ കുഞ്ഞാടിൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ ജനം വീണ്ടും അത്ഭുതം കണ്ടു. തങ്ങളുടെ പിന്നാലെ പാഞ്ഞു വന്ന ഫറവോനും സൈന്യവും ചെങ്കടലിന്റെ കരയിൽ ചത്തടിഞ്ഞ് കിടക്കുന്ന കാഴ്ച അവർ കണ്ടു. ഒരാൾ പോലും അവശേഷിക്കാതെ. സ്തോത്രം. ദൈവം ഒരാൾക്ക് പാപമോചനം കൊടുക്കുമ്പോൾ, ദൈവം ഒരാളെ വിളിച്ച് വേർതിരിക്കുമ്പോൾ അവൻ്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം ക്ഷമിച്ചു കൊടുക്കുന്നു. അത് ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്, കരുണയാണ്. ആർക്കും അഭിമാനിക്കാനോ അഹങ്കരിക്കാനോ ഒന്നുമില്ല, താണിരിക്കാനേ ഉള്ളൂ. ദൈവജനമേ, ഇസ്രായേൽ ജനം ചെങ്കടലിൽ കടന്നു. ഫറവോന്റെ രാജ്യത്തിൻ്റെ അതിർത്തിയായ ബോർഡറായ ചെങ്കടൽ ഇസ്രായേൽ ജനം കടന്നു. സ്തോത്രം. എങ്ങനെ കടന്നു? ഒരു മനുഷ്യൻ്റെയും കഴിവല്ല, നിത്യനായ ദൈവം, സർവശക്തനായ ദൈവത്തിൻ്റെ കഴിവാൽ അങ്ങനെ ചെങ്കടൽ കടക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് അക്കാര്യം വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. ചെങ്കടൽ കടന്ന ഇസ്രായേൽ ജനം നമ്മുടെ പിതാക്കന്മാർ, അങ്ങനെയാണ് പൗലോസ് ആ കാര്യം പറയുന്നത്. നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. മറക്കരുത്, ലക്ഷോപലക്ഷങ്ങൾ കടന്നു പോകുന്നതായ ആ ഇസ്രായേൽ ജനത്തെ നടന്നു പോകുന്നതായ ചെങ്കടലിൻ്റെ മുകളിൽ മേഘം അവർക്ക് മുൻപിൽ നിന്നു. അവർക്കൊരു കുട പിടിക്കുന്നത് പോലെ മേഘം നിന്നു. മേഘത്തിൻ്റെ സാന്നിധ്യം
സ്തോത്രം. കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ് നാം വായിച്ചു കേട്ടത്. നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വിശദീകരണം കാണുന്നുണ്ട്. അവർ രാവും പകലും യാത്ര ചെയ്യാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. ഇസ്രായേൽ ജനം യാത്ര ചെയ്യുന്ന പുതിയ വഴി, ചെങ്കടലിലെ വഴി, മരുഭൂമിയിലൂടെ യാത്ര, ഇതിനു മുമ്പ് അവരങ്ങനെ യാത്ര ചെയ്തിട്ടില്ല. ആ യാത്രയിൽ അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും രാത്രി വെളിച്ചം കൊടുക്കേണ്ടതിന് അഗ്നിസ്തംഭത്തിലും യഹോവ അവരോട് കൂടെ ഉണ്ടായിരുന്നതാണ്, തൊട്ട് മുകളിലുണ്ടായിരുന്നു. എന്തൊരു അത്യത്ഭുതകരമായ സ്നേഹം! മാതൃസ്നേഹമല്ലേ? എത്ര അത്യാഘാതമായ സ്നേഹമാണ്! പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. 14-22. ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തൂടി നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. ആർത്തലയ്ക്കുന്ന ചെങ്കടലിലെ ഉണങ്ങിയ നിലത്തൂടെ ഇസ്രായേൽ ജനം കിടക്കുമ്പോൾ രണ്ടു വശത്തായി വെള്ളം മതിൽ പോലെ നിന്നു. ആരെ കൊണ്ട് കഴിയും പ്രിയപ്പെട്ടവരെ? മനുഷ്യനല്ല, സാധ്യമല്ലേ? ഇസ്രായേൽ ജനത്തിന് സംരക്ഷണം കൊടുത്ത ആരാണ്? നിത്യനായ ദൈവം, സ്നേഹവാനായ ദൈവം, സൃഷ്ടാവായ ദൈവം. ആ ദൈവമാണ് എൻ്റെയും അപ്പനെന്ന് ഓർക്കുമ്പോൾ ആർക്കാണ് സന്തോഷം വരാതിരിക്കുക? ആരാണ് തുള്ളിച്ചാടാതിരിക്കുക? ആരാണ് ദൈവത്തെ വാഴ്ത്തിപ്പാടി സ്തുതിക്കാതെ ഇരിക്കുക? 78-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യത്തിൽ അവൻ സമുദ്രത്തെ വിഭാഗിച്ചു, അതിൽ കൂടി അവരെ കടത്തി. അവൻ വെള്ളത്തെ ചിറപോലെ നിൽക്കുമാറാക്കി. ദൈവജനമേ, ഇതിനല്ലേ കർത്താവായ യേശുക്രിസ്തു പരസ്യ ശുശ്രൂഷ നാളിൽ പറഞ്ഞത്? വിശ്വാസത്തോടെ നീ ആ മലയോടോടെ ഒന്ന് മാറിപ്പോവുക എന്ന് പറഞ്ഞാൽ അത് മാറും. സകലതിനും കഴിയുന്ന ദൈവം, മനുഷ്യർക്ക് അസാധ്യമായത് സാധിപ്പിച്ചു തരുന്ന ദൈവം. സ്തോത്രം. ആ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കാര്യങ്ങൾ അവർ കണ്ടു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന്റെ മുമ്പിൽ നിന്ന് മാറിയതുമില്ല. അവർ എത്രയോ വിശ്വസ്തനായ ദൈവം അവരുടെ തൊട്ട് മുൻപിൽ അവർക്ക് വഴി കാണിച്ചുകൊണ്ട് അവർക്ക് പകൽ വെയിൽ തട്ടാതെ മേഘസ്തംഭമായി, രാത്രിയിൽ വെളിച്ചം കൊടുത്തുകൊണ്ട് അഗ്നിസ്തംഭമായി അവരുടെ മുമ്പിൽ നിന്ന് മാറിയതുമില്ല. വിശ്വസ്തനായ ദൈവം. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ നാളിൽ വളരെ വ്യക്തമായി വിളിച്ചു പറഞ്ഞു. യോഹന്നാൻ 6:37, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയയില്ല. പിതാവ് എനിക്ക് തരുന്നതിൻ്റെ അടുക്കൽ വരും, പിതാവ് എനിക്ക് തരുന്നവരെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല. എത്ര വാക്തത്വങ്ങളുടെ വിശ്വസ്തനായ കർത്താവ്! പ്രിയപ്പെട്ടവരെ, ആ വാക്തത്വം നമ്മുടെ തലമേൽ നിൽക്കുകയല്ലേ? നമ്മുടെ ചെവിയിൽ ഇന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ? ആ സ്നേഹവാനായ ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നില്ലേ? അവൻ്റെ ഇമ്പസ്വരം നാം കേൾക്കുന്നില്ലേ? സ്തോത്രം. അവൻ ഒരു നാളും തള്ളിക്കളയയില്ല, ഉപേക്ഷിക്കുമില്ല എന്ന് കർത്താവ് പറയുന്നു. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 28-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോവുകയില്ല. എത്ര സുരക്ഷിതത്വം, എത്രയോ ആശ്വാസം! ഒരമ്മയുടെ മാർവിലൊരു കുഞ്ഞ് ശാന്തമായി ഉറങ്ങുന്നത് പോലെ സ്നേഹവാനായ ദൈവത്തിൻ്റെ കൈ കീഴിൽ നമുക്ക് താണിരിക്കാം. ആശ്വാസപ്രദൻ ദൈവത്തിൻ്റെ സ്തോത്രം. സമാധാനത്താൽ നിറയ്ക്കുന്നവൻ, നമുക്ക് വഴി ഒരുക്കുന്നവൻ, നമുക്ക് മേഘസ്തംഭം ഒരുക്കുന്നവൻ, നമുക്ക് അഗ്നിസ്തംഭത്തിൽ നമ്മെ വഴി കാണിച്ച് നടത്തുന്നവൻ, നമ്മോട് കൂടെ ഇരിക്കുന്നവൻ, നമ്മുടെ മുമ്പിൽ നിന്ന് മാറാത്തവൻ, അവൻ വിശ്വസ്തനായ ദൈവമാണ്. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയും. അവർ എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്ന്. 25 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയിലുള്ളതായ വലിയ ജനസമൂഹം ആ ചെങ്കടലിലൂടെ കടക്കുമ്പോൾ ആ ജനത്തിൻ്റെ സ്ഥിതി നാം ഓർക്കണം. അവർ ആരാധനയില്ലാത്തവരാണ്, ദൈവമായുള്ള ബന്ധമില്ലാത്തവരാണ്, ഫറവോൻ്റെ രാജ്യത്ത് ജീവിച്ചവരാണ്, ഫറവോന് അടിമവേല ചെയ്തവരാണ്, ഫറവോന് സംഭാര നഗരങ്ങൾ പണിതവരാണ്. നൂറ്റാണ്ടുകളായി ദൈവത്തെ ആരാധനയില്ലാതെ, ദൈവവുമായി ബന്ധമില്ലാതെ, ദൈവ സംസർഗമില്ലാതെ ജീവിച്ചവരാണ്. ആ ജനം ചെങ്കടൽ കിടക്കുമ്പോൾ, ദൈവം അവരെ ഏറ്റെടുക്കുമ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരെ നടന്നത്?
എന്ന് വ്യക്തമായി വായിച്ചു കേട്ടു. അവരെല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ആ ലക്ഷക്കണക്കിന് ജനത്തെ സ്നാനപ്പെടുത്തിയത് ആരെ? മോശയല്ല, നിത്യനായ ദൈവം. നിത്യനായ ദൈവം അവരെ സ്നാനപ്പെടുത്തുമ്പോൾ ഞാനിങ്ങനെ ധ്യാനിക്കും. ജീവന്റെ പുസ്തകം തുറന്നു വെച്ച് ലക്ഷോപലക്ഷങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി. അവരെല്ലാവരും സ്നാനമേറ്റു എന്ന് വ്യക്തമായി വേദപുസ്തകം പറയുന്നു. അതിൽ ഇന്നലെ പ്രസവിച്ച കുഞ്ഞുണ്ട്, നാളെ മരിക്കാണ്ടിരിക്കുന്ന വൃദ്ധനും വൃദ്ധയുമുണ്ട്, എല്ലാ പ്രായത്തിലുള്ളവരുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, എല്ലാവരും സ്നാനമേറ്റു. സ്നാനത്തിന് പരിധിയില്ല, പ്രായമില്ല, ദൈവമക്കളെ ഒരു വ്യവസ്ഥയുമില്ല, എല്ലാവരും സ്നാനമേറ്റു. നിത്യനായ ദൈവം ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേരുകൾ എഴുതി ചേർന്നു. സ്തോത്രം. അവർ മോശയോട് ചേർന്നു. ഈ ഭൂമിയിൽ ദൈവമക്കൾക്ക് നടക്കുവാൻ കൂട്ടായ്മ വേണം. ആ കൂട്ടായ്മയെ നയിക്കാൻ ദൈവം ആൾക്കാരെ ആക്കി വെച്ചിട്ടുണ്ടെന്ന് മോശയാണ് ആക്കി വെച്ചത്. ഇസ്രായേൽ ജനത്തെ മോശയുടെ നേതൃത്വത്തിലാണ് ദൈവം ഇവിടുന്ന് വിടുവിക്കുന്നതും വാഗ്ദത്തക്കനാലിലേക്ക് കൊണ്ടുപോകുന്നതും. ആ മോശയോട് ജനം ചേർന്നു, ദൈവം കൂട്ടായ്മയിലേക്ക് ചേർത്തു. അദൃശ്യനായ ദൈവം കൂട്ടായ്മയുടെ തലപ്പത്ത് നിൽക്കുന്നു, മുൻപിൽ നിൽക്കുന്നു. അവർക്ക് ആലോചന പറഞ്ഞു കൊടുത്തുകൊണ്ട്, അവർക്ക് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് നിത്യനായ ദൈവം അവരോട് കൂടെ ഉണ്ട്. ഇസ്രായേൽ ജനത്തെ ആ ലക്ഷോപലക്ഷങ്ങളെ സ്നാനപ്പെടുത്തിയ പ്രധാന കാർമ്മികൻ കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു, മറ്റാരുമല്ല. രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ ഇമ്മാനുവേലാം ദൈവം. ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം ആദാമിനും ഹൗവയ്ക്കും കൊടുത്തതായ വാഗ്ദത്ത പ്രകാരം മിസ്രയീമിൽ നിന്ന് വീണ്ടെടുക്കുകയാണ് ഇസ്രായേൽ ജനത്തെ. അവൻ രക്ഷകനായ ദൈവമാണ്, അവൻ വീണ്ടെടുപ്പുകാരനാണ്, അവൻ മശിഹായാണ്, അവൻ ഇമ്മാനുവേലാം ദൈവമാണ്. ആ ദൈവനോട് കൂടെ 34 സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഇത് ദൈവമക്കൾക്ക് അനുഭവിക്കാൻ കിട്ടുന്ന മഹാഭാഗ്യമാണ്. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ദൈവം ഇതില് ഈ തലമുറയിലും സത്യമാണ് പ്രിയപ്പെട്ടവരെ. ലോകം മുഴുവൻ നിങ്ങളെ എതിർത്താലും, എല്ലാവരും നിങ്ങളെ പകച്ചാലും, എല്ലാവരും നിങ്ങൾക്കെതിരെ പറഞ്ഞാലും, നിങ്ങളെ എന്തെല്ലാം തേജോവനം ചെയ്യാൻ ശ്രമിച്ചാലും, ഒരു ഭക്തനായ മനുഷ്യൻ്റെ അവൻ്റെ മുൻപിൽ യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കും. സത്യമാണ് പ്രിയപ്പെട്ടവരെ. ഇത് നിങ്ങൾ അനുഭവിച്ചാൽ, ഈ നിത്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യം അത്ഭുതശക്തിയും അനുഭവിച്ചാൽ പിന്മാറാൻ ഒക്കുകയില്ല. അത് അനുഭവിക്കാത്തത് കൊണ്ടാണ് പലർക്കും പിന്മാറ്റങ്ങൾ വരുന്നത്. ഈ ലോകത്തിലേക്ക് കണ്ണുപോകുന്നത്, ഈ ലോകത്തിലേക്ക് ആശ്രയം പോകുന്നത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു, ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു തന്റെ പ്രിയപ്പെട്ട അപ്പോസ്തലന്മാരോട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്തു. വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനല്ലേ പ്രിയപ്പെട്ടവരെ? അവൻ വാക്ക് മാറുന്നവനാണോ? സ്തോത്രം. നിങ്ങളവനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അവൻ കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അവൻ കൂരലിൽ താഴ്വരയിൽ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ദാവീദ് അനുഭവിച്ചുകൊണ്ട് പറഞ്ഞു, മരണനിഴലിലും താഴ്വരയിലും കൂടെ ഇരിക്കുന്ന ദൈവമാണ്. സ്തോത്രം. മരണയോർത്താൻ കിടക്കുമ്പോൾ യോർത്താൻ്റെ അക്കരെ 2 കൈ നീട്ടി സ്വീകരിപ്പാൻ നിൽക്കുന്നവനായ ദൈവമാണ്. ഒരു വ്യത്യാസവുമില്ല. സ്തോത്രം. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി അവൻ അവസാനത്തോളം, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് വാക്ക് പറഞ്ഞവൻ. നിന്നെ കൈവിടുകയില്ല, നിന്നെ ഉപേക്ഷിക്കുകയില്ല, നിന്നെ തള്ളിക്കളയുകയില്ല. ആവർത്തന പുസ്തകം 20-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. ആവർത്തനം 20-ാം അധ്യായം 1-ാം വാക്യം: നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട് കുതിരകളെയും രഥങ്ങളെയും നിന്നിലധികം ജനത്തെയും കാണുമ്പോൾ പേടിക്കരുത്. മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെ ഉണ്ട്. നിന്റെ ശത്രുക്കളോട് നീ യുദ്ധം ചെയ്യാൻ പുറപ്പെടുമ്പോൾ നിന്നെക്കാളധികം രഥങ്ങളെയും കുതിരകളെയും ജനത്തെയും നീ കാണുമ്പോൾ നീ ഭയപ്പെടരുത്. വലിയ വൻ ശക്തികൾ കാണുമ്പോൾ നീ ഭയപ്പെടരുത്. മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട്. എത്ര പേർക്ക് ആ പ്രാഗൽഭ്യമുണ്ട് പ്രിയപ്പെട്ടവർ? ഇവർക്ക് ഭയമുണ്ടോ? ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുമെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയമുണ്ടോ? ഇല്ലല്ലോ പ്രിയപ്പെട്ടവർ. ഇത് നിങ്ങളുടെ അനുഭവിക്കണം കേട്ടോ. ദൈവവേദന പറയുന്നത് പോലെ
പഞ്ചസാര മധുരമുള്ളതാണെന്ന് കേട്ടാൽ പ്രയോജനമില്ല, അത് രുചിച്ച് നോക്കണം. ഈ നല്ലവനായ ദൈവം സ്നേഹമാണെന്നും കൂടെ ഇരിക്കുന്നവനാണെന്നും അനുഭവിച്ചറിഞ്ഞേ പറ്റൂ. എങ്കിലേ നമുക്ക് ജയത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. സ്തോത്രം. നമുക്ക് വീണ്ടും ഒരു വാക്യം കൂടെ നമുക്ക് വായിച്ച് കേൾക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഇസ്രായേൽ ജനം ചെങ്കടൽ കിടക്കുമ്പോൾ ദൈവജനമേ, നാം സ്നാനമേറ്റ് ദൈവത്തോട് ചേരുമ്പോൾ, സഭയോട് ചേരുമ്പോൾ എന്താണ് നടക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് മർമ്മമാണ് ഇവിടെ റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നത്. പാപം ചെയ്യുന്ന പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആ ഉറപ്പ് നിങ്ങൾ ഇന്ന് പ്രാപിച്ചേ മതിയാവൂ. ഇതുവരെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അരികിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട്. അവൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാരക്ക് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാസ്തവമായി നിങ്ങൾക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, പാപം ചെയ്യുന്ന പഴയ മനുഷ്യനെ ഞാൻ ഇപ്പോൾ ഇതാ എന്നേക്കുമായി ക്രൂശിക്കുന്നു. തീർത്തവനോട് വാക്ക് പറയാം. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടാൽ അവൻ പാപത്തിൽ മരിക്കും. ക്രൂശിക്കപ്പെട്ടാൽ മരിച്ചിരിക്കും. മരിക്കാതെ അവനെ ക്രൂശിൽ നിന്ന് എടുക്കുകയില്ല, ഇറക്കുകയില്ല. അങ്ങനെ പാപത്തിന് മരിച്ചവൻ, അവൻ്റെ സ്ഥിതി എന്താണ്? ഞാൻ പാപത്തിന് മരിച്ചവൻ പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. എനിക്ക് ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല എന്നാണോ നീ പറയുന്നത്? നീ പാപത്തിന് മേൽ സ്വതന്ത്രനായിട്ടില്ല, പാപത്തിന് മേൽ ജയം നേടിയിട്ടില്ല. വളരെ വ്യക്തമാണ്. ഏത് പ്രകോപനങ്ങൾ വന്നാലും, എന്തെല്ലാം പ്രലോഭനങ്ങൾ വന്നാലും ഞാനതിലേക്കില്ല. അങ്ങനെ തീരുമാനം നമുക്ക് വരുന്നുണ്ടോ പ്രിയപ്പെട്ടവർ? ഈ ലോകത്തിലെ മ്ലേച്ഛതകളിലേക്ക് കാണാൻ എനിക്ക് കണ്ണില്ല. അത് പറയാൻ എൻ്റെ നാവിന് ഒരു വാക്ക് പോലുമില്ല. ഞാൻ ദൈവത്തിന് വേണ്ടി വിളിച്ച് വേദനിക്കപ്പെട്ടവനാണ്. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടവനാണ്. ഞാൻ പാപത്തിന് മരിച്ചവനാണ്. ആ ബോധ്യം എത്ര പേർക്കുണ്ട്? സ്തോത്രം. കർത്താവ് നമ്മളെ ഉറ്റുനോക്കുന്നുണ്ട്. ഓരോ സമയത്ത് നമ്മിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവ് നിൽക്കുന്നുണ്ട്. നമ്മിൽ നിന്ന് ഉറച്ച തീരുമാനം വരുന്നുണ്ടോ എന്നറിയാൻ. അവർക്ക് മാത്രമേ ജീവിതം കിട്ടൂ. വീണ്ടും റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കാം. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം സ്നാനമേറ്റവരാണെന്ന് പറയും. ഞാൻ മാമോദിസ മുങ്ങിയവരാണെന്ന് പറയും. ഞാൻ മാമോദിസയുടെ ഉസ്മായാൽ മുദ്രകുത്തപ്പെട്ടവനാണെന്ന് പറയും. ഞാൻ യേശുക്രിസ്തുവിൻ്റെ ജയകരമായ ശ്രീവായാൽ രക്ഷിക്കപ്പെട്ടവനാണെന്ന് പറയും. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് പറയുന്ന അനേകരുണ്ട്. എന്നാൽ എന്താണ് എൻ്റെ അർത്ഥം? യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. യേശുക്രിസ്തു എന്തിനാണ് മരിച്ചത്? ഒരു പാപവും ചെയ്യാത്തത്. നിങ്ങളിൽ ആരുടെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്ന പരസ്യമായി ലോകത്തോട് വിളിച്ചു ചോദിച്ചു. അവൻ എന്തിനാണ് ക്രൂശിക്കപ്പെട്ടത്? സഹോദരീ സഹോദരങ്ങളെ, ഇപ്പോൾ വചനം കേൾക്കുന്ന എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയല്ലേ അവൻ ക്രൂശിക്കപ്പെട്ടത്? എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായി അവൻ ക്രൂശിക്കപ്പെട്ടുവെങ്കിൽ അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റു എന്ന് പറഞ്ഞാൽ പാപത്തിന് ഞാനും മരിക്കുന്നു. ലോകത്തിൻ്റെ പാപത്തിന്, മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞാനും പാപത്തിന് മരിക്കുന്നു. തത്വത്തിൽ അത് ജീവിതത്തിന് അനുഭവമായോ? അതോ 1,00,000 രൂപ കാണുമ്പോൾ, സുന്ദരിയായ ഒരു പെണ്ണിനെ കാണുമ്പോൾ ഇതെല്ലാം മറക്കാനുള്ളതേ ഉള്ളൂ? എങ്കിൽ നാം പാപത്തിന് മരിച്ചിട്ടില്ല, നാം ക്രിസ്തുവിനെ കൊണ്ട് മരിച്ചിട്ടില്ല. വളരെ വ്യക്തമാണ്. സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം കൂടെ വായിക്കാം. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ അടക്കപ്പെട്ടു. വളരെ വ്യക്തമാണ്. അവനോട് ക്രൂശിക്കപ്പെട്ടാൽ അവനോട് മരിക്കും. അവനോടുകൂടെ മരിച്ചാൽ അവൻ അടക്കപ്പെടും. സത്യമാണ്. വാസ്തവത്തിൽ ഈ പ്രോസസ്സെല്ലാം ചെങ്കടല കിടക്കുമ്പോൾ ഇസ്രായേൽ ജനം അനുഭവിച്ചു. അത് നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ നോക്കണ്ട. അവർക്ക് ഒരു സുരക്ഷിത ബോധവുമില്ല. മതിൽ പോലെ രണ്ടുവശത്തും വെള്ളം മതിലായി നിൽക്കുന്നു. അവരതിൻ്റെ ഇടയിലൂടെ നടന്നു പോകുന്നു.
അവരെ സംരക്ഷിച്ചത് ആരാണ് പ്രിയപ്പെട്ടവരെ? അവരുടെ കഴിവാണോ, മിടുക്കാണോ, ആരോഗ്യമാണോ, അവരുടെ കുടുംബമാണോ, അവരുടെ ആരെങ്കിലും ആണോ? ഒന്നുമല്ലല്ലോ, ഒന്നുമല്ല. അതിൻ്റെ അപ്പോസ്തലനായ പൗലോസ് പറയും, ഞാൻ ലോകത്തിനും ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ലോകത്തിനും ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഉള്ളത്തിൻ്റെ മനോഭാവമാണ് പ്രിയപ്പെട്ടവർ. ഈ ലോകത്തിലെ സൗന്ദര്യം കാണുമ്പോൾ, തിന്മ കാണുമ്പോൾ, ധനം കാണുമ്പോൾ, മാനം കാണുമ്പോൾ, സ്ഥാനം കാണുമ്പോൾ അവിടെ ഇളകിപ്പോകുന്നവൻ ക്രിസ്തുവിനോട് അടക്കപ്പെട്ടവനല്ല. അവൻ്റെ പഴയ മനുഷ്യൻ മരിച്ചിട്ടില്ല, അവൻ ഇന്നും ജീവനോടെ ഉണ്ട്. അവന് ജയജീവനം സാധ്യമല്ല. സ്തോത്രം. ഇനി നിങ്ങൾക്ക് ഏൽപ്പിച്ച് കൊടുക്കാമോ? റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 5-ാമത്തെ വാക്യം കൂടെ വായിക്കാം. അവൻ്റെ മരണത്തിൻ്റെ സദൃശ്യത്തോടെ നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സദൃശ്യത്തോടും ഏകീഭവിക്കും. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരാണെങ്കിൽ, മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനോട് പാപത്തിന് ഞാനും മരിക്കുന്നു എന്ന് നാം പറഞ്ഞവരാണെങ്കിൽ, അങ്ങനെ നാം ക്രൂശിക്കപ്പെട്ടവരാണെങ്കിൽ, അങ്ങനെ നാം മരിച്ചവരാണെങ്കിൽ, അങ്ങനെ നാം ക്രിസ്തുവിനോട് അടക്കപ്പെട്ടവരാണെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. വളരെ വ്യക്തമാണ്. അങ്ങനെയുള്ള വ്യക്തി കർത്താവിൻ്റെ 2-ാമത്തെ വരവിൻ്റെ 1-ാമത്തെ പുനരുത്ഥാനത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കും. ഉറപ്പാണ്. നീ എവിടെയായിരുന്നാലും, നീ മണ്ണോട് മണ്ണ് ചേർന്നിരിക്കുകയാണോ, നീ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ കത്തി അവിടെ അന്തരീക്ഷത്തിൽ തീർന്നു പോയ ആളാണോ, നീ ഏതെങ്കിലും സമുദ്രത്തിൽ വീണ് മത്സ്യം കൊത്തിത്തിന്നു പോയ ആളാണോ, ഇതൊന്നും വിഷയമല്ല. സ്തോത്രം. നീ ക്രിസ്തുവിനോടുകൂടെ മരിച്ചവനാണോ, യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരാണെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കും. കർത്താവ് 2 വരുമെന്നുള്ളത് സത്യമാണെങ്കിൽ ഞാനും ആ കൂടെ ഉയർത്തെഴുന്നേൽക്കും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആർക്കെല്ലാം ഈ ഉറപ്പുണ്ട്? ഇന്ന് ആർക്കെല്ലാം ആ തീരുമാനം വരുന്നുണ്ട്? ഇപ്പോൾ നിങ്ങളുടെ അരികിൽ നിൽക്കുന്ന കൃപായുഗത്തിൽ കൃപയുടെ വാതിൽ തുറന്നിട്ടുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും അരികിൽ നിൽക്കുന്ന നല്ലവനായ കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ്റെ തൃപ്പാറുകളിൽ താണിരിപ്പാൻ, ഞാനൊരു പാപിയാണ് കർത്താവെ എന്ന് ഏറ്റുപറയുവാൻ, പാപത്തിന് പരിഹാരം തരുവാൻ അവിടത്തേക്ക് മാത്രമേ കഴിയൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ തിരുരക്തത്തിൽ ആശ്രയിക്കുവാൻ, ക്രൂശിൻ ചുവട്ടിലേക്ക് ചെന്ന് അവിടെ നിന്നൊഴുകുന്നതായ തിരുരക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട്, തിരുരക്തത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ആ തിരുരക്തത്താൽ എൻ്റെ കഴിവുകൾ കർത്താവ് മതിയായവനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് ജീവിതം കർത്താവിന് കൊടുക്കാം. ആത്മശരീര മനസ്സുകളെ തൃപ്പാത്തികളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവ്, ഇനിയുള്ള ആയുസ് ഞങ്ങളെ ഭരിക്കണമേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ നിയന്ത്രിക്കണമേ, സമ്പൂർണ്ണമായി ഞങ്ങളെ കഴുകണമേ, തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശദീകരിക്കണമേ, അവിടുത്തെ വകയാക്കി ഞങ്ങളെ തീർക്കണമേ, 2-ാമത്തെ വരവിനായി ഞങ്ങളെല്ലാവരും ഒരുക്കണമേ, മാനവും മഹത്വം എടുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.